അയോധ്യ NDA സർക്കാരിനും BJPക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വലിയ സ്ലോഗനായി മാറാനൊരുങ്ങുന്ന കാലത്ത് അതിനെ എങ്ങനെ പ്രതിരോധിക്കാനാകുമെന്ന് ഇന്ത്യ മുന്നണി ചിന്തിക്കേണ്ട സമയമാണ്. അതാണ് ജനാധിപത്യ വിശ്വാസികൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ ന്യായ് യാത്രയുമായി സന്ദർശനം തുടരുന്ന സമയത്ത് ഇന്ത്യ മുന്നണിയിൽ ചോർച്ചയുണ്ടാകുന്നു എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. നിതീഷ് കുമാർ NDAയോട് അടുക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. ഒപ്പം അതിനിടയിൽ തൃണമൂൽ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്ന വാർത്തകളും വരുന്നു. പടയ്ക്ക് മുൻപേ പാളയത്തിൽ പട തുടങ്ങിയാൽ യുദ്ധം നയിക്കാൻ ആരുണ്ടാകും? ഇന്ത്യ മുന്നണി തകരുന്നു. ഗൾഫ് 18 പരിശോധിക്കുന്നു എന്ന് സ്വാഗതം. കോൺഗ്രസ് അനുഭാവിയും ഇൻഗാസ് ഗ്ലോബൽ ജനറൽ സെക്രട്ടറിയുമായ അഡ്വക്കേറ്റ് ഹാഷിഖ് തൈക്കണ്ടി, ഇടത് നിരീക്ഷകൻ സലീം ചോലമുഖത്ത്, BJP അനുഭാവി TR രമേശ് എന്നിവർ ചേരുന്നു പ്രൈം ഗൾഫ് 18. 3 പേർക്കും പാനലിലേക്ക് സ്വാഗതം. ആദ്യം അഡ്വക്കേറ്റ് ഹാഷിഖ് തൈക്കണ്ടി, മമത വേറെ ആം ആദ്മി വേറെ, അതിനിടയിൽ താൻ ഒരുപക്ഷെ NDAയിലേക്ക് പോകുമെന്നുള്ള വലിയ വാർത്തകളൊന്നും നിഷേധിക്കാതെ നിതീഷ് കുമാറും, ഇന്ത്യ മുന്നണി തകരുന്നോ, ഒരുപക്ഷെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനമെല്ലാം ഉണ്ടാകുന്നതിന് മുൻപ് എന്നൊരു ചോദ്യം സ്വാഭാവികമായി സാധാരണ വോട്ട് ചെയ്യുന്ന ജനതയ്ക്ക് വന്നാൽ കുറ്റം പറയാനാവില്ല. നമുക്ക് അറിയുന്നത് പോലെ തന്നെ ഇന്ത്യ മുന്നണി ഇവിടെ രൂപീകരിച്ചത് BJP വിരുദ്ധമായ രീതിയിലേക്ക് BJPയുടെ ഈ ആധിപത്യം ഇല്ലാതാക്കാൻ വേണ്ടി തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ മമതയുടെ തൃണമൂൽ കോൺഗ്രസിന്റെ ആ നാട്ടിൽ BJPയോടൊപ്പം ചേർന്നുകൊണ്ട് അല്ലെങ്കിൽ BJPയെ ഒരു തരത്തിലും വിജയിപ്പിക്കാതിരിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നുള്ള സാധ്യത നോക്കുമ്പോഴും പ്രാദേശികമായി അവർക്ക് സീറ്റിന് വേണ്ടിയുള്ള വിലപേശലുകളും അതിന്റെ തർക്കങ്ങളും നിലനിൽക്കുന്നുണ്ട്. ഇപ്പോഴും രാഹുൽ ഗാന്ധി മമതയുമായി ചർച്ച ചെയ്യാനുള്ള എല്ലാ സാധ്യതകളും മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ആം ആദ്മിയുടെ കാര്യം പറഞ്ഞാൽ APPക്ക് ഏറ്റവും സ്വാധീനമുള്ള സ്ഥലം ഇപ്പോൾ പഞ്ചാബാണ്. ഡൽഹിയിലാണെങ്കിൽ 4 സീറ്റ് അവർക്ക് നൽകാമെന്നും 3 സീറ്റ് കോൺഗ്രസ് എടുക്കാമെന്നുള്ള ഒരു തീരുമാനം ഏകദേശമായിട്ടുണ്ടെങ്കിലും അവിടെയും പ്രധാന പ്രതിപക്ഷം BJP അല്ലാത്തത് കൊണ്ട് തന്നെ അത്തരത്തിൽ BJP വിരുദ്ധമായ പ്രകടനമില്ലാത്ത സ്ഥലങ്ങളിൽ പരസ്പരം NDA കക്ഷികൾ മത്സരിക്കുന്നതിന് വിരോധമില്ലെന്ന് കേരളവും പഞ്ചാബും അടക്കമുള്ള സംസ്ഥാനങ്ങളെ കാണിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഉള്ളത് നിതീഷ് കുമാറിന്റെ പാർട്ടിയുടെ ഒരു മാറ്റത്തിനെ കുറിച്ചും അതിന്റെ ഒരു കൂറുമാറ്റത്തിനെ കുറിച്ചാണ്. അങ്ങനെ പറയുമ്പോൾ ഞങ്ങൾ കാണേണ്ടത് കർപ്പൂരി താക്കൂർ ആരാണ് എന്നുള്ളതാണ്. അധകൃത വർഗത്തിന്റെ അല്ലെങ്കിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി 26% സംഭരണം നടപ്പാക്കാൻ വേണ്ടി മുഖ്യമന്ത്രിയായപ്പോൾ മുന്നോട്ട് വന്ന അദ്ദേഹമാണ് ഒരുപക്ഷെ പാർശ്വവൽക്കരിക്കപ്പെട്ട പിന്നോക്ക വിഭാഗത്തിന്റെ നാഥനായിക്കൊണ്ട് 2 പ്രാവശ്യം മുഖ്യമന്ത്രി ആയ അദ്ദേഹമാണ് വന്നിട്ടുള്ളത്. ചുരക സമുദായത്തിൽപ്പെട്ട അദ്ദേഹം അന്ന് കൊണ്ടുവന്ന മാറ്റങ്ങൾ അതാണ് ബീഹാറിലെ അല്ലെങ്കിൽ UPയിലെ ലാലു പ്രസാദ് യാദവും നിതീഷും ഒക്കെ ലാൽ മനോഹർ ലോഹിയുടെ. താങ്കളുടെ ചെറിയൊരു സാങ്കേതിക തടസ്സം, താങ്കളുടെ ക്യാമറ ഓഫായി പോയെന്ന് തോന്നുന്നു. അതൊന്ന് ക്ലിയർ ആക്കിയ ശേഷം താങ്കളിലേക്ക് തിരികെ വരാം. താങ്കളെ അതുകൊണ്ട് തന്നെ സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നില്ല. പെട്ടെന്ന് ശരിയാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ശ്രീ സലീം ചോലമുഖത്ത്, ഞാൻ ഹാഷിഖ് തൈക്കണ്ടിയിലേക്ക് തിരികെ എത്താം. സലീം ചോലമുഖത്ത്, ഇന്ത്യ മുന്നണിയുടെ നിയന്ത്രണം ഏറ്റെടുക്കാൻ ഇടതുപക്ഷം ശ്രമിക്കുകയാണെന്ന് കഴിഞ്ഞ ദിവസമാണ് മമതാ ബാനർജി ആരോപണം ഉന്നയിച്ചത്. ഒറ്റയ്ക്ക് മത്സരിക്കാൻ ഒരുങ്ങുകയാണ്, കോൺഗ്രസിന് പോലും സീറ്റൊന്നും കൊടുക്കാൻ മമത ഉദ്ദേശിക്കുന്നില്ല. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം മമതയ്ക്കൊപ്പം നിന്നുകൊണ്ട് ബംഗാളിൽ മത്സരിക്കുന്നത് ചിന്തിക്കാവുന്ന കാര്യങ്ങളൊന്നുമല്ല. അതൊക്കെ അംഗീകരിക്കാവുന്ന വിഷയമാണ്. അതൊരു പ്രാദേശിക പൊളിറ്റിക്സിന്റെ ഭാഗമാണ്, ഒക്കെ ശരിയാണ്. പക്ഷേ ബീഹാറിൽ നിന്ന് പോലും വരുന്ന വാർത്തകൾ നിതീഷ് വീണ്ടും കൂടുവിട്ട് കൂടുമാറുന്നു എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ പോകുമ്പോൾ ഇന്ത്യ മുന്നണിയിലേക്ക് ഇനി എന്ത് പ്രതീക്ഷയോടുകൂടി ഉറ്റുനോക്കണമെന്നൊരു ചോദ്യമുണ്ട്. ബാക്കി വേറെ ഒന്നായിട്ട് ബാക്കി നിൽക്കുക കൂടിയാണ്. അങ്ങനെ പ്രതീക്ഷിക്കാൻ വകയില്ലാത്ത വെള്ളത്തിൽ വരച്ച ഒരു വരയായി മാറുന്നോ ഇന്ത്യ മുന്നണി? ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനിയും സമയം ബാക്കി നിൽക്കെ. നോക്കൂ, ഞാൻ ഇന്ത്യ മുന്നണി ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ പ്രതീക്ഷയ്ക്ക് വകയില്ലാത്ത ഒരു സ്ഥിതിയിലായി എന്ന് കരുതുന്നില്ല. അതിന്റെ കാര്യം, ഇതിനു മുമ്പ് നമ്മളെ നാട്ടിൽ നടന്നിട്ടുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പുകളൊക്കെ പരിശോധിക്കുമ്പോൾ ഇതുപോലെ ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിന് മുമ്പല്ല, തെരഞ്ഞെടുപ്പിന് ശേഷം, തെരഞ്ഞെടുപ്പിന് മുമ്പ് വരെ വ്യത്യസ്ത ചേരിയിൽ നിന്ന് പരസ്പരം മത്സരിച്ച കക്ഷികൾ തെരഞ്ഞെടുപ്പിന് ശേഷം ആ സമയത്തെ രാഷ്ട്രീയ സാഹചര്യം മനസ്സിലാക്കി
ഒരുമിച്ച് നിൽക്കുകയും ശക്തമായ ഭരണം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്ത അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. ഏറ്റവും നമുക്കറിയാം 2004 ഒന്നാം UPA മന്ത്രിസഭ. അപ്പോ അതൊക്കെ ഒരുപക്ഷെ ആ ഒന്നാം UPAക്ക് നേതൃത്വം കൊടുത്തതും ഒന്നാം UPA രൂപീകരിക്കുന്നതിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഫലപ്രദമായി ഇടപെട്ടതും CPIM-ഉം ഇടതുപക്ഷവുമാണ് എന്നുള്ള തിരിച്ചറിവ് കൊണ്ടാകാം ഒരുപക്ഷെ മമതാ ബാനർജി ഇപ്പോ ഇന്ത്യ മുന്നണിയുടെ നേതൃത്വം CPIM ഏറ്റെടുക്കുന്നു എന്നുള്ള ഒരു ആരോപണം ഉന്നയിക്കാൻ ഒരു കാരണം. രണ്ടാമത്തെ ഒരു കാരണം, ഇപ്പൊ നമുക്കറിയാം രാമക്ഷേത്രത്തിന്റെ ഈ പ്രതിഷ്ഠാ ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യ മുന്നണിയിലെ വിവിധ കക്ഷികൾക്ക് CPIM-നും കോൺഗ്രസിനും ഒക്കെ, അതുപോലെ ബീഹാറിലെ ലാലു പ്രസാദിനും നിതീഷിനും ഒക്കെ ക്ഷണം കിട്ടിയിരുന്നു. പക്ഷെ ഇടതുപക്ഷം ഉൾപ്പെടെയുള്ള മറ്റു കക്ഷികൾ വളരെ പെട്ടെന്ന് തന്നെ അതിൽ കൃത്യമായ നിലപാട് സ്വീകരിക്കുകയും അത് കൃത്യമായി എടുക്കുകയും ചെയ്തു. കോൺഗ്രസ് നിർഭാഗ്യവശാൽ ആ തീരുമാനമെടുക്കാൻ വൈകുകയും, പക്ഷേ CPIM-ന്റെ സ്വാധീനം കൊണ്ടാണ് കോൺഗ്രസ് പിന്നീട് ആ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് എന്നുള്ള ഒരു പ്രചരണം ദേശീയ മാധ്യമങ്ങളിലൊക്കെ വന്നിരുന്നു. പക്ഷേ ഇതൊക്കെ കണ്ടുകൊണ്ടാവാം മമതാ ബാനർജി അങ്ങനെ പറഞ്ഞത്. പക്ഷെ ഞാനിപ്പോഴും കരുതുന്നത് ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് വ്യത്യസ്ത ആശയങ്ങളിലൂടെ കാലങ്ങളായിട്ട് നാട്ടിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ കക്ഷികളുടെ ഒരു താൽക്കാലിക സംവിധാനം. ഞാനൊന്ന് ഇടപെട്ട് ചോദിക്കട്ടെ ശ്രീ സലീം ചോലമുഖത്ത്, ഈ ഒന്നാം UPA സർക്കാരിന്റെ കാലം പറഞ്ഞതുകൊണ്ടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആ കാലമല്ല ഇപ്പോഴുള്ളത് എന്നുള്ളത് ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തത്, ഈ 5 നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ മാറി മത്സരിച്ചപ്പോൾ എന്ത് സംഭവിച്ചു എന്നുള്ളത് കണക്കനുസരിച്ച് വ്യക്തമാകുന്നുണ്ട്. ഒരുപക്ഷെ ഇന്ത്യ സഖ്യമായി നിന്നിരുന്നെങ്കിൽ ഇതാകുമായിരുന്നില്ല സ്ഥിതി എന്ന കണക്കുകൾ ആ സമയത്ത് തന്നെ വന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു പഴയ കാലത്തിലേക്ക് പോയി ചിന്തിക്കാവുന്ന രാഷ്ട്രീയ സാഹചര്യമല്ല, അങ്ങനെയുള്ള രാഷ്ട്രീയ എതിരാളികളുമല്ല. അല്ലല്ല, ഞാൻ അതിനോട് വിയോജിക്കുകയാണ്. കാരണം ഈ കഴിഞ്ഞ കാലങ്ങളിൽ അതേപടി കാര്യങ്ങൾ ആവർത്തിക്കുമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ കഴിഞ്ഞ കാല അനുഭവങ്ങളിൽ നിന്ന് നമ്മൾ പാഠങ്ങൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഇപ്പൊ ഈ കഴിഞ്ഞ 5 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോ അവിടെ ഇന്ത്യ മുന്നണിക്ക് ഒറ്റക്കെട്ടായിട്ട് മത്സരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് പരാജയമാണ്. അതിന്റെ കൂടി ഭാഗമായിട്ടാണ് 4 സംസ്ഥാനങ്ങളിൽ ഇന്ത്യ മുന്നണിയുടെ വിവിധ ഘടകകക്ഷികൾക്ക് പരാജയം നേരിടേണ്ടി വന്നത്, BJP ജയിച്ചതും. ഉദാഹരണത്തിന് ഞാനൊരു കാര്യം പറയാം. മധ്യപ്രദേശിൽ 5 വർഷം മുമ്പ് തെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് കേവല ഭൂരിപക്ഷം നേടിയത് കോൺഗ്രസ് ആയിരുന്നു. നമുക്കറിയാം. കോൺഗ്രസ് മാത്രമല്ല, മറ്റു സമാജ്വാദി പാർട്ടി ഉൾപ്പെടെയുള്ള മറ്റു ഘടകകക്ഷികളുടെ പിന്തുണയോടുകൂടി കോൺഗ്രസിന് നേരിയ കേവല ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. അതുപോലെ രാജസ്ഥാനിലും. ഈ മധ്യപ്രദേശില് ഇത്തവണ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോ കഴിഞ്ഞ തവണ നിലവിൽ സമാജ്വാദി പാർട്ടിയുടെ സിറ്റിംഗ് സീറ്റായിട്ടുള്ള നിയമസഭാ മണ്ഡലത്തിലാണ് കോൺഗ്രസ് ഒന്നാം പട്ടികയായിട്ട് പ്രഖ്യാപിച്ച സീറ്റുകളിൽ ആദ്യം തന്നെ അവരെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. അപ്പൊ പിന്നെ അവിടെ ഒരു സാധ്യതയ്ക്കുള്ള സഖ്യത്തിന്റെ സാധ്യതകൾ പാടെ കൊട്ടിയടക്കുന്ന നിലപാട് നിർഭാഗ്യവശാൽ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടായി. അത് പിന്നീട് കഴിഞ്ഞ ആഴ്ച രാഹുൽ ഗാന്ധി അത് വളരെ കൃത്യമായിട്ട് പറഞ്ഞു. കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വങ്ങൾ ഇനിയെങ്കിലും പ്രായോഗികമായി ചിന്തിച്ചില്ലെങ്കിൽ ഇതിലും വലിയ തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് കോൺഗ്രസിന്റെ നേതാവ് രാഹുൽ ഗാന്ധിക്ക് തന്നെ അവരുടെ പ്രവർത്തക സമിതിയിൽ പറയേണ്ടി വന്നു. അങ്ങനെയാണെങ്കിൽ ഞാനൊന്ന് ഇടപെട്ട് ഹാഷിഖ് തേഗണ്ടി, എല്ലാം കോൺഗ്രസ് കോംപ്രമൈസ് ചെയ്യണം അല്ലെങ്കിൽ വിട്ടുവീഴ്ച ഉണ്ടാകാത്തത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നാണ് എന്നുള്ളൊരു പരാതി ഇന്ത്യ മുന്നണിയിലെ പാർട്ടികൾക്കുണ്ടെങ്കിൽ അത് വകവെച്ചു കൊടുക്കാവുന്ന വിഷയമാണോ? ബംഗാൾ അടക്കമുള്ള കാര്യങ്ങളിൽ 2 സീറ്റ് മാത്രം കൊടുത്താൽ മതി കോൺഗ്രസിന് എന്ന നിലപാടെടുത്ത മമതയൊക്കെ മുന്നിലുണ്ട്. അപ്പോൾ സലീം ചോലമുഖത്ത് പറയുന്ന ആ ഒരു വാദത്തോട് താങ്കൾ അതിനംഗീകരിക്കുന്നോ? അത് ഏത് രീതിയിലാണ് താങ്കൾ എതിർക്കുന്നത്? ഇതിൽ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് BJP-യെ തോൽപ്പിക്കുക എന്നുള്ളതാണ്. അങ്ങനെ തോൽപ്പിക്കാൻ വേണ്ടി ഇരിക്കുമ്പോഴും ഇവിടെ നമ്മൾ കാണേണ്ടത് സംസ്ഥാനങ്ങളിലുള്ള പ്രാദേശിക പാർട്ടികൾ അവരുടെ വലിപ്പം കാണിക്കാൻ വേണ്ടി കോൺഗ്രസിന്റെ ആ ഒരു സ്വാധീന ശക്തിയും കാര്യങ്ങളും മനസ്സിലാക്കാതെയുള്ള സീറ്റിന് വേണ്ടിയുള്ള ഒരു പിടിവാശി കാണിക്കുമ്പോൾ അതിന് ഒരു പരിധിവരെയൊക്കെ വിട്ടുവീഴ്ച ചെയ്യാൻ സാധിക്കും. അങ്ങനെ വരുമ്പോൾ BJP ഒരു തരത്തിലും ഭീഷണിയല്ലാത്ത സ്ഥലങ്ങളിൽ, കേരളം പോലുള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ പഞ്ചാബ് പോലുള്ള സ്ഥലങ്ങളിൽ ഇന്ത്യ മുന്നണികളിൽ തന്നെ മത്സരിക്കാമെന്ന് പറയുന്നുണ്ട്. അതല്ലെങ്കിൽ കോമൺ ആയി നിന്ന് കഴിഞ്ഞാൽ മാത്രമേ വിജയിക്കാൻ സാധിക്കൂ എന്നുള്ളിടത്ത് ഇനിയും വിട്ടുവീഴ്ചകളോടുകൂടിയുള്ള ചർച്ചകൾ നടക്കുകയാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഏപ്രിൽ മാസമാണ് വരുന്നത്. അതിനു മുമ്പ് ഇത്തരത്തിൽ വിലപേശലുകളും കൂടുതൽ സീറ്റുകൾ കിട്ടാൻ വേണ്ടി അതാത് സ്ഥലത്തുള്ള പ്രാദേശിക നേതൃത്വങ്ങൾ മുന്നോട്ട് വരും. ഇവിടെ താക്കൂറിന് ഭാരത് രത്ന കൊടുത്തതോടുകൂടി BJP മറ്റൊരു രാഷ്ട്രീയം കളിക്കുകയാണ്. ഒരുപക്ഷെ മണ്ഡൽ കമ്മീഷന്റെ സമയത്ത് കാണിച്ച അതേ രീതിയിലുള്ള
പിന്നോക്ക വിഭാഗങ്ങളെ കയ്യിലെടുക്കാൻ വേണ്ടിയുള്ള ആ ഒരു കാര്യത്തിൽ നിതീഷ് കുമാർ, അത് മുൻപ് NDAയിലുള്ള ആളാണ് അദ്ദേഹം, ഇപ്പോൾ പെട്ടുപോയിട്ടുണ്ടെങ്കിലും വരുന്ന ചർച്ചകളിലും മറ്റുമൊക്കെ തന്നെ തിരിച്ചു വരാനുള്ള അല്ലെങ്കിൽ പിന്നോക്ക വിഭാഗത്തിനെ കയ്യിലെടുക്കാനുള്ള ഒരു മാർഗമായിട്ടാണ് ഇപ്പോൾ ഞാനൊക്കെ ഇതിനെ മനസ്സിലാക്കുന്നത്. ഭാരത് രത്നയും അതുപോലെ തന്നെ രാമജന്മഭൂമിയിൽ ഇവിടെ രാമക്ഷേത്രം പണിതുമൊക്കെ രാഷ്ട്രീയം കളിക്കുമ്പോൾ അതിന് ഒരു പക്ഷേ നിതീഷ് കുമാറിനെ പോലുള്ള ആളുകൾക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കാത്ത രീതിയിലേക്ക് പിന്നോക്ക വിഭാഗത്തെ കയ്യിലെടുക്കാനുള്ള ഗിമിക്കുകൾ മാത്രമാണ് ഇപ്പോൾ BJP കാട്ടുന്നത്. ഇലക്ഷനോട് അടുത്ത് വരുമ്പോൾ ഇന്ത്യ മുന്നണി എന്ത് തന്നെയായാലും മുന്നോട്ട് വരികയും ഈ ജനരോഷം ഈ സർക്കാരിനെതിരായി വരുമെന്ന് തന്നെയാണ് ഇപ്പോഴും വിശ്വസിക്കുന്നത്. അതിന്റെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ ആഷിഖ് തൈകണ്ടി, BJPയുടെ അധ്യക്ഷനെ, ബീഹാർ BJPയുടെ അധ്യക്ഷനെ BJP ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരിക്കുന്നു. ഒരു വശത്ത് കൂടി പല രീതിയിലുള്ള ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ടെന്നുള്ള റിപ്പോർട്ടുകൾ ഒരു വശത്ത് വരിക. ഗവർണറെ കഴിഞ്ഞ ദിവസമാണല്ലോ നിതീഷ് പുതിയ മന്ത്രി സഭാ രൂപവൽക്കരണത്തിന് ശേഷം മന്ത്രിയുമായി പോയി ഗവർണറെ കാണുകയൊക്കെ ചെയ്തത് കഴിഞ്ഞ ദിവസമാണ്. അതായത് ചില ചർച്ചകൾ, ചില നീക്കങ്ങളൊക്കെ ഒരു വശത്ത് നടക്കുന്നുണ്ട് എന്നുള്ള ഒരു തോന്നലുകൾ, അതിലൊരു ബാർഗെയിനിങ് ആയിട്ടുള്ള ഒരു കാര്യം നടക്കുന്നുണ്ടോ കൃത്യമായിട്ട്? ഒരുപക്ഷെ മല്ലികാർജുൻ ഖാർഗെ പ്രധാനപ്പെട്ട സഖ്യത്തിന്റെ അമരസ്ഥാനത്തേക്ക് കൊണ്ടുവന്നതിലുള്ള അതൃപ്തി പല രീതിയിൽ പ്രകടമാക്കുകയാണോ? അങ്ങനെയാണെങ്കിൽ അത് നേരത്തെ സലീം ചോലമുത്ത് പറഞ്ഞതുപോലെ കോൺഗ്രസ് ചില വിഷയങ്ങൾ ശ്രദ്ധിക്കാതെ വിടുന്നു, അതിന്റെ ഭാഗമായിട്ടുള്ള ചില കൊഴിഞ്ഞുപോക്കലുകൾ ഒരുപക്ഷെ ഇന്ത്യ മുന്നണിയിൽ ഉണ്ടാകുന്നതിൽ അത്ഭുതപ്പെടാനില്ല എന്ന് പറയേണ്ടതായി വരില്ലേ? തീർച്ചയായിട്ടും ഇതിൽ കർപ്പൂരി ഠാക്കൂർ ആരാണെന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ഈ രാഷ്ട്രീയത്തിന്റെ മറ്റൊരു ഘടകം നമ്മൾ അറിയുന്നത്. ഒരു ഹജാം അഥവാ ക്ഷുരക സമുദായത്തിൽ നിന്ന് 2 പ്രാവശ്യം മുഖ്യമന്ത്രിയാക്കി 26% സംവരണം പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് നൽകിക്കൊണ്ടുവരുമ്പോൾ അന്ന് ആ മന്ത്രിസഭയിൽ അന്നത്തെ ജനസഖ്യത്തിന്റെ ആളായിരുന്ന കൈലാസ് പതി മിത്ര എന്ന് പറയുന്ന ധനമന്ത്രി അന്ന് ജനസഖ്യത്തിന്റെ ഇന്നത്തെ BJPയുടെ ആളായിരുന്നു. അന്ന് അവർ ഇദ്ദേഹത്തോട് കർപ്പൂരി ഠാക്കൂറിനോട് തെറ്റിപ്പോകാനുള്ള കാരണം ഇത്തരം സംവരണം വന്നപ്പോഴാണ്. അങ്ങനെ സംവരണം വന്ന് മേൽഘടകത്തിലുള്ള ഹിന്ദു മുന്നണിയിലുള്ള ആളുകളുടെ അവകാശങ്ങളെ ചോദ്യം ചെയ്യുന്നു, സംവരണം കൊടുത്തു എന്ന് പറഞ്ഞു പോയ ആളുകൾക്ക് ഇന്ന് ഭാരത് രത്ന കൊടുത്തുകൊണ്ട് അവരെ കൂടി ഒന്നിച്ചു കൊണ്ടുവരുമ്പോൾ ഇതിന്റെ രാഷ്ട്രീയം വ്യക്തമാണ്. ഇന്ത്യ മുന്നണിയും അതുപോലെ തന്നെ മറ്റ് പ്രാദേശിക മുന്നണികളും ഒന്നിച്ചു വന്നു കഴിഞ്ഞാൽ പിന്നോക്ക സമുദായത്തിന്റെ വോട്ടുകളിൽ ഭിന്നതയുണ്ടാകും എന്നുള്ളതാണ് ഒരു വലിയ പ്രശ്നമായി. അല്ല ആശിതേകണ്ടി, ഞാൻ ചോദിക്കുന്നത് BJP എന്ത് ചെയ്യുന്നു എന്നുള്ള ചോദ്യം അവിടെ നിൽക്കട്ടെ, നിതീഷ് എന്ത് ചെയ്യുന്നു എന്നുള്ള ചോദ്യമാണല്ലോ ഇന്ത്യ മുന്നണി ഉറ്റുനോക്കേണ്ടത്. നിതീഷ് ആ ഒരു നിലപാടെടുക്കാൻ കാരണം കോൺഗ്രസ് ഒരുപക്ഷെ ചില വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകാത്തത് കൊണ്ടാണോ എന്നാണ് ഞാൻ ചോദിച്ചത്. തീർച്ചയായും ആ രീതിയിൽ ഇപ്പോൾ കണക്കാക്കേണ്ട ആവശ്യമില്ല. കാരണം ഒരു അധകൃതനായ, അതല്ലെങ്കിൽ ഒരു സമൂഹത്തിന്റെ ഉന്നമനത്തിനായി പ്രവർത്തിച്ച ഒരു മഹത് വ്യക്തിയെ ഭാരത് രത്ന നൽകിക്കൊണ്ട് മുന്നോട്ട് വരുമ്പോൾ അത് കൊടുത്ത ആളെ എതിർക്കുന്നുള്ള രീതിയിലുള്ള ധ്വനിയിലേക്ക് BJP പ്രചരണം വരുമ്പോൾ ഇത്തരത്തിലുള്ള നീക്കങ്ങളും കാര്യങ്ങളും ഒക്കെ നിതീഷിന്റെ രാഷ്ട്രീയ തന്ത്രമായി മാത്രമേ ഇപ്പോൾ കണക്കാക്കേണ്ടതുള്ളൂ. 2-3 മാസം കഴിയുമ്പോൾ ഇലക്ഷൻ വരാനിരിക്കുമ്പോൾ ഈ ചിത്രമൊക്കെ മാറും. കാരണം NDAയുടെ മുന്നണിയിൽ നിന്ന് വന്ന ഒരാളാണ് എന്നുള്ള നിലയിൽ ഈ സമയത്ത് പല വാഗ്ദാനങ്ങളും ഒരുപക്ഷെ BJP കൊടുത്തത് കൊണ്ടാവാം ഡൽഹിയിലൊക്കെ പോകുന്നത്. എന്ത് തന്നെ ആയാലും ഒരു വലിയ വിഭാഗം ഈ ഗവൺമെന്റിനെതിരെ മുന്നോട്ട് വന്നിട്ടുണ്ട്, പ്രത്യേകിച്ച് പിന്നോക്ക വിഭാഗങ്ങൾ. ആ പോയിന്റ് വ്യക്തമാണ്. അഡ്വക്കേറ്റ് ഹാഷിഖ് തൈകണ്ടി, ആ പോയിന്റ് വ്യക്തമാണ്. താങ്കളിലേക്ക് തിരികെ എത്താം. ശ്രീ TR രമേശ്, രാഷ്ട്രീയമാണ്, തെരഞ്ഞെടുപ്പ് വരികയാണ്, പല രീതിയിലുള്ള ബാർഗെയിനുകൾ, പല രീതിയിലുള്ള സമ്മർദ്ദ തന്ത്രങ്ങളൊക്കെ ഏത് മുന്നണിയിലും കാണും. ആ രീതിയിൽ മാത്രം പരിഗണിച്ചാൽ മതി ഇപ്പോൾ ഈ പുറത്തു വരുന്ന കാര്യങ്ങൾ? അത് നിതീഷ് മാറുകണ്ടം ചാടുമോ എന്നുള്ള വാർത്ത അടക്കം ആ രീതിയിൽ കണ്ടാൽ മതി എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസമുണ്ടല്ലോ. അത് അഡ്വക്കേറ്റ് ഹാഷിഖ് തൈകണ്ടിയുടേത് മാത്രമല്ല, രാഹുൽ ഗാന്ധി അടക്കം പറയുന്നതും ചർച്ചകൾ നടക്കുകയാണ്, സമവായം ഉണ്ടാകുമെന്ന് തന്നെയാണ്. അതല്ലാതെ BJPക്ക് കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാക്കുകയാണ് എന്നൊരു തോന്നലുണ്ടോ? ഇല്ല, ഒരു പ്രതിപക്ഷം വേണമല്ലോ. പ്രതിപക്ഷ പാർട്ടികൾ ഒരുമിച്ച് നിന്ന് BJP എതിർക്കണമെന്ന് തന്നെയാണ് എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. കാരണം ഏതു ജനാധിപത്യ രാഷ്ട്രത്തിലും ഒരു ശക്തമായിട്ടുള്ള പ്രതിപക്ഷ കക്ഷി ഉണ്ടാവണം. ഇപ്പൊ ഇവിടെ ഇന്ത്യ മുന്നണി ഉണ്ട്, നിങ്ങളൊക്കെ പറയണ ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലായില്ല. അത് INDIA അവസാനത്തെ A എന്ന് പറയുന്ന ലെറ്ററിന്റെ അർത്ഥം എന്താണ് എന്ന് ചോദിച്ചറിയാം. അപ്പൊ മുന്നണി എന്നാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇന്ത്യ മുന്നണി എന്നാണ് പറയുന്നത്. അങ്ങനെ പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ മുന്നണി, ഈ ഇന്ത്യ മുന്നണിയിൽ ഉണ്ടായിരുന്ന നിതീഷ് കുമാർ പോയി
ഏകദേശം പോയി മാതിരി. മമതാ ബാനർജി പോയി, അരവിന്ദ് കെജ്രിവാൾ പോയി, ഇങ്ങനെ എല്ലാരും പോയി. ഇനിയുള്ളത് ആരാ ഇത്? ഇനിയുള്ളത് ഇതിലെ പടവലങ്ങ പോലെ വളരുന്ന CPM-ഉം അതേപോലെ തന്നെ മുസ്ലിം ലീഗും കോൺഗ്രസും. അപ്പൊ ഇവര് മത്സരിക്കുന്ന എവിടെയാ? ഇവര് മത്സരിക്കുന്നത് നമ്മുടെ കേരളത്തിലാണ് മെയിനായിട്ട് മത്സരിക്കുന്നത്, ഈ 3 പേരും. അപ്പൊ ഇവരൊക്കെ കൂടിയിട്ട് BJP-യെ തോൽപ്പിക്കാനായിട്ട് മുന്നിട്ടിറങ്ങാൻ തുടങ്ങി. എനിക്കിത് കേട്ടിട്ടാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞു 2-3 കാര്യങ്ങൾ സൂചിപ്പിച്ചു. ഇടതുപക്ഷത്തിന് അയോധ്യയിൽ ക്ഷണം കിട്ടി. എവിടെയാ? ആർക്കാവോ കിട്ടി? ഒരാൾക്ക് ക്ഷണിച്ചിട്ടില്ല. CPM-ന്റെ ഒരു നേതാവിനെയും അയോധ്യയിലേക്ക് ക്ഷണിച്ചിട്ടില്ല. എന്റെ അറിവിലില്ല അദ്ദേഹത്തിന് ക്ഷണിച്ചതായിട്ട്. അപ്പൊ അത് ഒന്നാമത്തെ കാര്യം. അയോധ്യയിലെ പിന്നെ അവരുടെ ഈ ശ്രീരാമനെ കുറിച്ചുള്ള അവരുടെ ഏറ്റവും നല്ല സമീപനം ഇന്ന് തൃശ്ശൂർ MLA ആയിട്ടുള്ള ആള് പുറത്തുവിട്ടിട്ടുണ്ട്. അദ്ദേഹം ആ ശ്രീരാമനെ ഭഗവാനെ കുറിച്ച്, ഒരുപാട് പേര് ആരാധിക്കുന്ന ആ ഭഗവാനെ കുറിച്ച് എത്ര നീചവും മോശമായ രീതിയിലാണ് ഇന്ന് പ്രതിപാദിച്ചത്. ഒരു കമ്മ്യൂണിസ്റ്റുകാരന് എങ്ങനെയൊക്കെ നീച രീതിയിൽ മറ്റുള്ള ഈ ഹൈന്ദവ വിശ്വാസങ്ങളെ ചവിട്ടി തേക്കാമെന്നുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണ് വിഷയം മാറിപ്പോകണ്ട ശ്രീ ടി ആർ രമേശ്. അല്ല, ഇത് വിഷയമാണ്. കാര്യം ഒരു രാഷ്ട്രീയം എന്ന് പറയുന്ന സമയത്ത് ഞാനല്ലോ എടുത്തിട്ടത്. പിന്നെ കർപ്പൂരി ടാക്കൂറിന് ഭാരതരത്ന, എന്റെ പ്രിയപ്പെട്ട കോൺഗ്രസിന്റെ വക്താവ്, താങ്കളുടെ ഒരുപാട് ഭരിച്ചില്ലേ താങ്കളുടെ ആളുകൾ. അപ്പൊ ഇദ്ദേഹത്തിനെ പോലെ ഒരു മഹാനായ ഒരു വ്യക്തിക്ക് കൊടുക്കായിരുന്നില്ലേ? BJP-യുടെ രാഷ്ട്രീയം അതല്ല. ഞങ്ങൾ എതിർക്കുന്ന ആളുകളെ ആയാലും ഞങ്ങൾ അനുകൂലിക്കുന്ന ആളുകളെയായാലും ഒരേപോലെ കൺസിഡർ ചെയ്യണം എന്നുള്ളതാണ് ഞങ്ങളുടെ രാഷ്ട്രീയം. അതുകൊണ്ട് തന്നെ വികസന രമേശ്, അതല്ലാതെ അതൊരു തെരഞ്ഞെടുപ്പ് വരുന്നത് കൊണ്ടല്ല ഇത്രയും കാലം കൊടുക്കാതിരുന്ന പുരസ്കാരം ഇപ്പോൾ കൊടുക്കുന്നത്. ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടിട്ടേയില്ല, പിന്നോക്ക വിഭാഗങ്ങളുടെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടിട്ടേയില്ല. ഒരു കാലത്ത് ഇത്രയും ശക്തമായി നിങ്ങൾ തന്നെ എതിർത്തിരുന്ന ഒരാൾക്ക് ഭാരതരത്നം കൊടുത്തത് അല്ലേ? ഞങ്ങൾ എതിർക്കുക എന്ന് പറഞ്ഞാൽ ഐഡിയോളജിക്കലി പല കാര്യങ്ങളിലും ഇദ്ദേഹം പറഞ്ഞ കാര്യത്തിലല്ല ഞങ്ങൾ കർപ്പൂരി ടാക്കൂറിനെ എതിർത്തിരുന്നത്. അപ്പൊ കർപ്പൂരി ടാക്കൂർ എന്തിന് ഞങ്ങൾ രാഷ്ട്രീയമായി എതിർത്തു എന്നുള്ളതുകൊണ്ട് അദ്ദേഹം ഭാരതത്തിനും അല്ലെങ്കിൽ രാജ്യത്തിനും ചെയ്ത സേവനത്തിന് ഭാരതരത്ന കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നതിൽ അർത്ഥം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എപ്പോ കൊടുക്കണം എന്ന് തീരുമാനിക്കുന്നത് കോൺഗ്രസ് അല്ല ഇത്ര നാളും ഭരിച്ചുകൊണ്ടിരുന്നത്. BJP ഒക്കെ എത്ര നാളും ഭരിച്ചിട്ടുണ്ട് ഭാരതം. അപ്പൊ ഈ കോൺഗ്രസ്സുകാർക്ക് കൊടുക്കായിരുന്നില്ലേ? ഇത്രയ്ക്ക് മഹാനായ ഒരു വ്യക്തിയാണെന്ന് കണ്ടിട്ട് കൊടുക്കായിരുന്നില്ലേ? ഇവരെ ആർക്ക് കൊടുത്തത്? ഭരിച്ചുകൊണ്ടിരിക്കുമ്പോ ആ പ്രധാനമന്ത്രി തന്നെ കൊടുത്ത സമ്മാനങ്ങളാണ് ഈ കോൺഗ്രസ്സുകാരുടെ നേതൃത്വത്തിലുള്ളത്. അതേപോലെ ഇവരുടെ ഒരു എന്താ പറയാ, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നതിലുപരി നെഹ്റു ഫാമിലിയെ കൊണ്ടു നടക്കുന്ന ഒരു പ്രസ്ഥാനമാണ് കോൺഗ്രസ്. ആ കോൺഗ്രസിനെ അലക്കാനായിട്ട് ഇപ്പൊ വെറുതെ അവർക്ക് അലക്കി തേച്ച് കൊടുക്കാനായിട്ട് നടക്കുന്നതാണ് ഈ പോളിറ്റ് ബ്യൂറോയിലുള്ള ഈ കമ്മ്യൂണിസ്റ്റുകാരും. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇവരുടെയൊക്കെ രാഷ്ട്രീയം. അതായത് രാഷ്ട്രീയം എന്ന് പറയുന്ന സമയത്ത് ഒരു വികസന രാഷ്ട്രീയം ഇവർക്ക് മുന്നോട്ട് വെക്കാനില്ല. ഒരു രാജ്യം എന്താണ് മുന്നോട്ട് പോകുന്നത് എന്ന് പറയാനുള്ള ഒരു രാഷ്ട്രീയമില്ല. എന്താണ് ഈ ലോക്സഭയിൽ പറയാനുള്ള ഒരു രാഷ്ട്രീയമില്ല. ഇവരെന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇന്ത്യ മുന്നണിയുടെ പരാജയം ഇത് ഉണ്ടാക്കിയ അന്ന് മുതൽ BJP പ്രവചിക്കുന്നതാണ്. കാരണം എന്താ? കാരണം അതിനൊരു മുന്നണിയായിട്ട് നിൽക്കാൻ സാധിക്കില്ല. സലീം ചോലമുഖത്ത് മറുപടി നോക്കൂ, ഈ BJP-യുടെ പ്രതിനിധി ശ്രീ രമേശ്, ഇതൊക്കെ മലയാളികൾ കേൾക്കുന്നുണ്ട് കേട്ടോ. ജനാധിപത്യത്തെ കുറിച്ചും ഈ മതേതരത്വത്തെ കുറിച്ചൊക്കെ നിങ്ങൾ വലിയ വായിൽ വർത്തമാനം പറയുന്നത് കേൾക്കുമ്പോ നിങ്ങൾക്കെതിരായിട്ട് ഏതെങ്കിലും തരത്തിലൊരു എതിർ ശബ്ദം പുറപ്പെടുവിച്ചിട്ടുള്ള ആളുകളെ മുഴുവൻ ഒരു കാര്യവുമില്ലാതെ ഇരുട്ടറകളിൽ അടച്ച പാരമ്പര്യമാണ് നിങ്ങൾക്ക് ഇപ്പോഴും ഉള്ളത്. പിന്നെ നിങ്ങളിപ്പോ ഇന്ത്യ മുന്നണിയെ കുറിച്ച് പറഞ്ഞു. ഇന്ത്യ മുന്നണി എന്തുകൊണ്ട് നിങ്ങൾ പറഞ്ഞല്ലോ, ഇപ്പൊ രാമക്ഷേത്രം വന്നാൽ ഞങ്ങൾ എല്ലാം നിങ്ങൾ ഇനി അടക്കി ഭരിക്കും എന്നുള്ള പ്രതീക്ഷയിലാണല്ലോ. പിന്നെ എന്തിനാണ് നിങ്ങൾ ഇപ്പുറത്ത് വന്നിട്ട് ഇങ്ങനെ ഇനി ഒരു നിലവാരവുമില്ലാതെ ഇങ്ങനെ കളിക്കുന്നത്? നമുക്കറിയാം സമീപകാല രാഷ്ട്രീയത്തിൽ നമ്മുടെ എല്ലാ മൂല്യങ്ങളെയും ചവിട്ടി അരച്ചുകൊണ്ട് യാതൊരു തത്വദീക്ഷയും ഇല്ലാതെ എല്ലാ കാര്യത്തിലും ഇങ്ങനെ ഒരു നിലപാടും വ്യവസ്ഥയും വെള്ളിയാഴ്ചയും ഇല്ലാത്ത അങ്ങേയറ്റം ലജ്ജാകരമായുള്ള നിലപാട് സ്വീകരിച്ച ഒരേ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന് പറയുന്നത് BJP-യും സംഘപരിവാറുമാണ്. എല്ലാ വിഷയത്തിലും നിങ്ങൾ നോക്കിക്കോ, അവർ എടുത്തിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള നിലപാടുകൾ, ഓരോ സാഹചര്യത്തിലും ഓരോ നിലപാട്. ഇപ്പൊ കർപ്പൂരി താക്കൂറിന്റെ വിഷയം വന്നു, സംവരണ വിഷയം. ഈ സംവരണത്തെ ഏറ്റവും ശക്തമായിട്ട് എതിർത്തത് BJP-ക്കാരാ. അത് നമുക്കറിയാം. 1989 VP സിംഗ് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് കൊണ്ടുവന്നതിന്റെ ഭാഗമായിട്ടാണ് രാമക്ഷേത്ര വിഷയം അത് കൃത്യമായി ഓർമ്മയുള്ള ആള് നിതീഷ് കുമാർ ആണല്ലോ. അത് ഓർമ്മിച്ചുകൊണ്ട് ആരെക്കാളും നന്നായിട്ട് ഓർമ്മിക്കുന്ന നിതീഷ് കുമാറാണ് പറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നന്ദി. അതാണ് അതിന്റെ വൈരുദ്ധ്യം. അല്ല, അവിടെയാണ് ഞാൻ പറയുന്നത്. ഞാൻ ഒരു കാര്യം പറയാം. എന്നെ സംബന്ധിച്ച് ഇത് ഇടതുപക്ഷത്തെ സംബന്ധിച്ചും ഞങ്ങൾ ഈ കാര്യത്തിലെടുത്ത് വളരെ ക്രിസ്റ്റൽ ക്ലിയർ നിലപാടാണ്. ഏതെങ്കിലും ഒരു പക്ഷത്ത് നിൽക്കുക എന്നുള്ളതിനേക്കാൾ
സംഘപരിവാറിൽ നിയന്ത്രിക്കുന്ന BJPയെ ഏത് വിധേനയും അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കുക എന്നുള്ളത് മാത്രമാണ് ഇടതുപക്ഷം മുന്നോട്ട് വെക്കുന്നത്. അതാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ലക്ഷ്യം. അതുകൊണ്ടാണ് ഇപ്പോ ഈ രമേശ് ഉൾപ്പെടെയുള്ള, രമേശ് മാത്രമല്ല അവരുടെ നേതാവ് നരേന്ദ്രമോദി, അമിത്ഷായും ഒക്കെ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ടല്ലോ, ഇടതുപക്ഷക്കാര് ഇന്ത്യ രാജ്യത്ത് എണ്ണത്തിൽ കുറവാണെങ്കിൽ പോലും അവര് മുന്നോട്ട് വെക്കുന്ന ആശയം സംഘപരിവാറിന് വലിയ വെല്ലുവിളി ഉയർത്തുന്നുണ്ട് എന്നുള്ളത്. എലി പുന്നല് കെട്ടതുപോലെ ചിരിക്കുന്ന ആളുകളുണ്ടല്ലോ, അവർക്ക് മനസ്സിലാക്കണം. അവരും എന്തുകൊണ്ടാണ് ഇടതുപക്ഷത്തെ മാത്രം ഇപ്പോഴും കേന്ദ്രീകരിക്കുന്നത്? ഈ പരിഹാസ്യം ഇതാണ് ജനങ്ങൾ ഇത് തിരിച്ചറിയുന്നുണ്ട്. നിങ്ങൾ ഉയർത്തുന്ന വർഗീയ വിദ്വേഷം, ജനങ്ങളെ മതത്തിന്റെ പേരിൽ വിദ്വേഷപരമായിട്ട് വിഭജിച്ച് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് അതിലൂടെ രാഷ്ട്രീയ അധികാരം നേടുന്നതിനെതിരായിട്ട് ശക്തമായിട്ടുള്ള BJPയെ കുറ്റം പറയുന്നത് ഒരു വശത്ത്, പക്ഷെ പറയേണ്ടവർ തമ്മിൽ, ഒരുമിച്ച് നിൽക്കേണ്ടവർ തമ്മിൽ ഭിന്നിപ്പുണ്ടാകുന്നുണ്ടോ? അതാണല്ലോ ഇതൊരു വിഷയമായി വരുന്നത്. ഈ തെരഞ്ഞെടുപ്പിനുള്ള ഒരു സമ്മർദ്ദ തന്ത്രം മാത്രമാണെന്ന് പറയുന്നുണ്ടല്ലോ, കോൺഗ്രസിന്റെ ഭാഗത്തല്ല പറയുന്നത്. ഇതില് പ്രതിപക്ഷ കക്ഷികള് ഇനിയെങ്കിലും തിരിച്ചറിവേണ്ട. ഇതിനുള്ള മറുപടി ഞാൻ പറയാം. ജാതി സർവേ വേണമെന്ന് NDA മുന്നണി പറയുന്നതിന് ഒരു കാരണമുണ്ട്. കാരണം ബീഹാറില് ഇത്തരത്തിലൊരു സർവേ നടത്തിയപ്പോൾ അവിടെ 36.1% അതീവ പിന്നോക്ക വിഭാഗവും 27.12% പിന്നോക്ക വിഭാഗം OBC ഉള്ള ആളുകളെയും കണ്ടപ്പോൾ 65% സംവരണം ഏർപ്പെടുത്തിയ ഒരു കാലമുണ്ടായിരുന്നു. ഇതൊന്നും ചെയ്യാതെ, ഇതിനൊന്നും കാര്യങ്ങൾക്ക് മറുപടി നൽകാതെ താക്കൂറിന് ഇപ്പോൾ ഇലക്ഷൻ അടുക്കുമ്പോൾ ഭാരതരത്ന കൊടുത്തതിന്റെ ഉദ്ദേശശുദ്ധിയും BJP ഇത്രയും കാലം കാണിച്ചിട്ടുള്ള മതം മുന്നിൽ നിർത്തിയുള്ള വോട്ടിംഗ് തന്ത്രങ്ങളും ഇന്ത്യ സമൂഹം മനസ്സിലാക്കിയിട്ടുണ്ട്. അതിന് പകരമായി നിതീഷിന് ഇപ്പോൾ ചെയ്യാൻ സാധിക്കുന്നത് ഇത്തരത്തിൽ ഭാരതരത്ന നൽകിക്കൊണ്ട് കർപ്പൂരി താക്കൂറിനെ മുന്നോട്ട് കൊണ്ടുവന്ന് പിന്നോക്ക വിഭാഗത്തെ ഞങ്ങളാണ് മുന്നോട്ട് കൊണ്ടുവരാനും അതിനെ അംഗീകരിക്കാനും ചെയ്തത് എന്ന് BJP പറയുമ്പോൾ അതിന് ഇലക്ഷന് മുമ്പുള്ള ഒരു മറുപടിയായിട്ട് മാത്രമേ ഞാൻ ഇപ്പോൾ ഇതിനെ കാണുന്നുള്ളൂ. തീർച്ചയായിട്ടും മാസങ്ങൾ ഇനിയുമുണ്ട്, ഏപ്രിൽ മാസം വരെയുണ്ട്. അങ്ങനെയാണെങ്കിൽ ശരി, ഓക്കെ. TR രമേശ്, അതായത് ഒരു നന്ദി പറയുന്നു, പുരസ്കാരം നൽകിയ പ്രധാനമന്ത്രിക്ക്, സർക്കാരിന് ഒരു നന്ദി പറയുന്നു, അതാണ് നിതീഷിന്റെ ഭാഗത്തുണ്ടായത്. മറ്റുള്ള കാര്യങ്ങളെല്ലാം അതൊരു സമ്മർദ്ദ തന്ത്രം എന്ന പോലെ കരുതിയാൽ മതി. നേരത്തെ UPA സർക്കാർ ഉണ്ടായതുപോലെ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുമ്പോൾ BJP വിരുദ്ധ നിലപാടുള്ള പാർട്ടികൾ ഒരുമിച്ച് തന്നെ നിൽക്കുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. അത് ഒറ്റയടിക്ക് അങ്ങനെ തള്ളിക്കളയാൻ കഴിയുന്ന കാര്യമാണോ? അല്ലേ, ഞാൻ BJPയെ സംബന്ധിച്ചിടത്തോളം ഇത് തള്ളിക്കളയേണ്ട കാര്യമോ ഇത് ഉൾക്കൊള്ളേണ്ട കാര്യമോ ഒന്നുമില്ല. ഇത് ഉൾക്കൊള്ളേണ്ടതും ഇത് ഒരുമിച്ച് നിൽക്കേണ്ടതും പ്രതിപക്ഷ പാർട്ടികളാണ്. പ്രതിപക്ഷമാണല്ലോ. ഇവരുടെ രണ്ടുപേരും പറഞ്ഞത് എന്താ? ഇവർക്ക് BJPയെ തോൽപ്പിക്കണം. എന്താ ഞാൻ നേരത്തെ പറഞ്ഞ ആ വാക്കന്നെ ഉപയോഗിക്കണം. പടവലങ്ങി പോലെയുള്ള CPM-ന്റെ വർധനം കേട്ട് കഴിഞ്ഞാൽ നമുക്ക് തോന്നും അവരിപ്പോ ഏതോ BJP കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് അത്തരത്തിന്റെ പറഞ്ഞോട്ടെ പ്ലീസ്. ഞാൻ വളരെ സൈലന്റ് ആയിട്ടിരുന്ന ആളല്ലേ, പറയട്ടെ. ഞാൻ പറയുന്ന സഹിഷ്ണുതയുടെ കേൾക്കാനുള്ള ഒരു മനോഭാവമെങ്കിലും ഉണ്ടാവും. നിങ്ങൾ വെറുതെ അടിച്ചു പിരിയുന്നത്, നിങ്ങൾ രണ്ടുപേരും അടിച്ചു പിരിയുന്നതിന്റെ മെയിൻ കാരണം ഇതാണ്. നിങ്ങൾക്ക് സമാധാനം കേൾക്കാൻ, ഒരു പ്രതിപക്ഷത്തിന്റെ സ്വരം കേൾക്കാനായിട്ട് നിങ്ങൾക്ക് ഒരു കാരണവശാലും ഇതൊന്നും സഹിക്കില്ല. കാരണം നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കില്ല. BJP കമ്മ്യൂണിസ്റ്റ് ഇപ്പൊ കോൺഗ്രസിന്റെ പ്രതിനിധി പറയാണ് BJPയെ തോൽപ്പിക്കാനായിട്ട് ഞങ്ങൾ ശ്രമിക്കുമെന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാക്കാൻ മധ്യപ്രദേശ്, മറ്റുള്ള കർണാടക, മഹാരാഷ്ട്ര ഇവിടെയൊക്കെ കോൺഗ്രസ് എന്തെങ്കിലും എന്ന് വിചാരിക്കാം. ഈ CPM-നെ സംബന്ധിച്ചിടത്തോളം എന്തുണ്ടായിട്ടാണ് BJP തോൽപ്പിക്കാൻ പറ്റുന്നുള്ള ഒരു ആത്മവിശ്വാസം എനിക്ക് മനസ്സിലാവില്ല. ഒന്നുകൂടെ സലീം ചോലംകുത്ത്, ഒറ്റ കാര്യം കൂടെ. ഒരു പക്ഷേ രാഹുൽ ഗാന്ധി വീണ്ടും വയനാട്ടിൽ മത്സരിക്കാൻ ഒരു തീരുമാനമെടുക്കുകയാണെങ്കിൽ അത് കേരളത്തിൽ പോലും ഇന്ത്യ മുന്നണി സഖ്യവുമായി ബന്ധപ്പെട്ടുള്ള അതിന് വിരുദ്ധമായിട്ടുള്ള ഒരുപാട് പ്രതികരണങ്ങൾ ഇടത് നേതാക്കളിൽ നിന്ന് ഉയരുമെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. അങ്ങനെ ചില വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള ചില ഞാണിന്മേൽ കളി കൂടിയാണ് ഈ സഖ്യം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പല സംസ്ഥാനങ്ങളിൽ നിന്നും പ്രാദേശികമായി മാത്രം കരുതിയാൽ മതി എന്ന് വിചാരിക്കുന്നിടത്തു പോലും അതിനുശേഷം ഇതെല്ലാം കൂടി ഒരുമിച്ച് സ്വരുക്കൂട്ടുക, ഒറ്റ പാതയിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് അതൊരു ഹെർക്കുലിയൻ ടാസ്കായി മാറുന്നില്ലേ? എന്തായാലും നോക്കൂ, ഈ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കണോ വേണ്ടേ എന്നുള്ളത് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും എടുക്കേണ്ട തീരുമാനം. കഴിഞ്ഞ തവണ അദ്ദേഹം വയനാട്ടിൽ മത്സരിക്കുന്ന സമയത്ത്
നമ്മുടെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ പറഞ്ഞ വാക്കുകൾ നിങ്ങളൊന്ന് ഓർക്കണം. അത് കോൺഗ്രസിന് ദേശീയ തലത്തിൽ വലിയ അപകടം അല്ലെങ്കിൽ ഡാമേജ് ഉണ്ടാക്കും എന്നുള്ള കൃത്യമായ സൂചന കൊടുത്തത് കോൺഗ്രസ് മത്സരിക്കേണ്ടത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പോ എന്റെ അഭിപ്രായത്തിൽ ഇതൊക്കെയാണെങ്കിൽ പോലും ഈ BJPയുടെ 10 വർഷക്കാലത്തെ ഈ വർഗീയ ദുർഭരണത്തിനെതിരായിട്ട് ഇന്ത്യ രാജ്യത്തെ മതനിരപേക്ഷ ചിന്താഗതിക്കാരായിട്ടുള്ള മുഴുവൻ ആളുകളും ഒറ്റ മനുഷ്യനെ പോലെ ഉയർത്തെണീറ്റ് ഇത്തവണ BJPയെ അധികാരത്തിൽ നിന്ന് തൂത്തെറിയുക തന്നെ ചെയ്യും. അതിന്റെ ഭയപ്പാട് ഈ BJPക്കും സംഘത്തിനും ഉള്ളത് കൊണ്ടാണ് അവർ മതത്തിന്റെ പേര് പറഞ്ഞ്, ക്ഷേത്രത്തിന്റെ പേര് പറഞ്ഞ് തമ്മിൽ തല്ലിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഈ രാജ്യത്ത് മതനിരപേക്ഷതയും ജനാധിപത്യവും വാഴുക തന്നെ ചെയ്യും. അത് 2024 തെരഞ്ഞെടുപ്പോടുകൂടി ഇന്ത്യ രാജ്യത്തിനും ലോകത്തിനും ബോധ്യമാകും എന്നാണ് ഞാൻ കരുതുന്നത്. തീർച്ചയായിട്ടും ആ ഒരു പ്രതീക്ഷ ഇന്ത്യ മുന്നണിയിൽ വിശ്വസിക്കുന്ന ജനാധിപത്യ വിശ്വാസികൾക്കുമുണ്ട്. പക്ഷേ അതിന് വിരുദ്ധമായിട്ടുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്നതിന് മുൻപ് തന്നെ ഒരു പാളയത്തിൽ പടയാണോ എന്നുള്ളൊരു സംശയം വരും. അതായിരുന്നു ചർച്ച ചെയ്തത്. പ്രേക്ഷകരോട് നമ്മൾ ചോദിച്ചു, ഇന്ത്യ മുന്നണി തകരുകയാണോ, ആ ഒരു തോന്നലാണോ പ്രേക്ഷകർക്കും ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചപ്പോൾ 73% പ്രേക്ഷകരും അതെ എന്നുള്ള അഭിപ്രായമാണ് രേഖപ്പെടുത്തിയത്. 27% പ്രേക്ഷകർ മാത്രമാണ് അല്ല എന്ന് പറയുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും വരും ദർശകർ പറയും ഇന്ത്യൻ രാഷ്ട്രീയം അതേത് തരത്തിൽ സഞ്ചരിക്കുന്നു എന്നുള്ളത്. പൂർണ്ണമാക്കിയാണ് ഗൾഫ് 18. വളരെയധികം നന്ദി സലീം ചോലംകുത്ത്, അഡ്വക്കേറ്റ് ഹാഷിഖ് തൈക്കണ്ടി, ഒപ്പം TR രമേശ് ഈ ചർച്ചയ്ക്കൊപ്പം ചേർന്നത്. നമസ്കാരം.